ഹായ് ഹലോ നമസ്കാരം. ശക്തി ഗാർഡനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്ക് സെയിലിന് അവൈലബിൾ ആയിട്ടുള്ള കുറച്ച് ചെടികൾ പരിചയപ്പെടാമേ. ഇത് നമ്മളിപ്പോൾ കാണുന്നത് അഗ്ലോണിമ വെറൈറ്റീസാണ്. ഇതിനകത്ത് വിദൂരിയുണ്ട്, ഓറഞ്ച് ലെക്സബ്, പിന്നെ സോംബാറ്റ്, 9 ക്യാരറ്റ്, ഗ്രീൻ ക്രിസ്റ്റൽ, അങ്ങനെ ഒരുമാതിരിയുള്ള എല്ലാ വെറൈറ്റീസും ഉണ്ട് കേട്ടോ. തായ് റെഡ് അതൊക്കെയുണ്ട്. സൺറൈസ് നോക്കിക്കോളൂ. ഇതൊക്കെ മദർ പ്ലാന്റ് കേട്ടോ. ഇതിൻ്റെ സീഡ്ലിങ്സ് മിക്കതിൻ്റെ അവൈലബിൾ ആണ്. സോംബാറ്റിൻ്റെ മാത്രമേ ഉള്ളൂ സീഡ്ലിങ്സ് നമുക്ക് ഇല്ലാത്ത കേട്ടോ. അത് അത്യാവശ്യം വലിയ പ്ലാന്റാണ്. നമുക്ക് ഇപ്രാവശ്യം വന്നിരിക്കുന്നത് കാണിക്കാം. കണ്ടോ, ഇത്രയ്ക്കും വലിയ സോംബാറ്റാണ് നമുക്ക് ഇട്ടിരിക്കുന്നത്. ഞാൻ ഈ കാണിക്കുന്ന ചെടികളിൽ ഏതെങ്കിലും നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് ചെയ്യണം കേട്ടോ. നമുക്ക് കൊറിയർ സർവീസ് DTDC ആണ്. ഏതെങ്കിലും ചെടി നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യണം. എൻ്റെ വാട്സപ്പ് നമ്പർ ഞാൻ പറയട്ടെ: 8848296441. ഓക്കെ, ഇതൊക്കെ അത്യാവശ്യം 2-3 ഷൂട്ട്സ് വന്നിട്ടുണ്ട് കേട്ടോ. കാണിക്കാം, കാണാമല്ലോ. 24 ക്യാരറ്റിൻ്റെ ഒരു വലിയ പ്ലാന്റാണ് അത്. പിന്നെ ഇതൊക്കെ ഞാൻ കമ്പ് വെച്ച് കെട്ടി വെച്ചേക്കും കേട്ടോ. ഇവിടെ ഇന്നലെ ഭയങ്കര മഴയായിരുന്നു, കാണാമല്ലോ അല്ലേ. കണ്ടോ, കമ്പ് വെച്ച് കെട്ടി നാട്ടിയേക്കുക. അല്ലെങ്കിൽ ഇതൊക്കെ ഈ ഭയങ്കര കാറ്റും ഉണ്ടായിരുന്നു ഇവിടെ. അപ്പോൾ ഈ കാറ്റങ്ങോട്ട് അടിക്കുമ്പോഴത്തേക്ക് ഇത് തണ്ടിന് വലിയ ബലമില്ലാത്തല്ലേ, പെട്ടെന്ന് ഒടിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഞാൻ മിക്കതിനും കമ്പ് വെച്ച് കെട്ടി നാട്ടിക്കതി. കണ്ടോ, നടുക്ക് കമ്പടിച്ച് വെച്ചിരിക്കുന്നുണ്ടോ. ഇത് നമ്മൾ വലിയ ചെടികളാണെങ്കിൽ നമ്മൾ കമ്പ് നാട്ടി ഒന്ന് വെക്കുന്നത് നന്നായിരിക്കും, ഒടിഞ്ഞു പോകാണ്ടിരിക്കും കേട്ടോ. ഇന്നലെ എനിക്ക് 2-3 ചെടി അങ്ങനെ നഷ്ടം വന്നു. അത് ഇത്രയും വലിയ പ്ലാന്റ്സാണ്. നമുക്ക് ഇങ്ങനെയുള്ള ചെടികളാണ് പെട്ടെന്ന് ഒടിഞ്ഞു പോകണത്. കാരണം അത്രയും വലുതാകുമ്പോഴേ അതിന് തണ്ടിനത്ര കട്ടി ഉണ്ടാവില്ലല്ലോ, അതാണ്. ഇത് ഇവിടെയുണ്ട് കുറച്ച് ചെടി, നോക്കാം. കാണുന്നുണ്ടല്ലോ. ഇത് ജയ്പൂർ റെഡ്, തായ് റെഡ്, അങ്ങനെ കുറേ ഉണ്ട് കേട്ടോ. റെഡ് വെറൈറ്റീസ് ഒരുമാതിരിപ്പെട്ട എല്ലാം ഉണ്ട് ഇതിനകത്തെ. ഇത് നമ്മുടെ 24 ക്യാരറ്റിൻ്റെ ചെടികളാട്ടോ. ഈ ഒരു ലൈൻ മൊത്തം അത് തന്നെയാണ്. കാരണം എനിക്ക് ഒരുപാട് ഞാൻ ഏറ്റവും കൂടുതൽ നമ്മൾ ഈ സെയിലെന്ന് ഉദ്ദേശിക്കുന്നതിന് മുമ്പ് നമ്മൾ കുറച്ച് ചെടികളൊക്കെ കളക്ട് ചെയ്യുമല്ലോ. അപ്പോൾ അങ്ങനെ ഞാൻ കളക്ട് ചെയ്യാൻ കൂടുതൽ ആഗ്രഹിച്ചൊരു ചെടി ഇതാണ്. ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ കളക്ട് ചെയ്തും കുറച്ച് എനിക്ക് ഉണ്ടായി. അയ്യോ ടമ്മേ, ഇപ്പോൾ താഴെ പോയെന്ന് കാണാമല്ലോ. നല്ല അടിപ്പൻ പ്ലാന്റ്സ് കേട്ടോ. അത്രയ്ക്കും വലിയ പ്ലാന്റ്സാണ്. നന്നായി കളർ കയറിയിട്ടുള്ളതാണ്. ഇവിടെ ഇപ്പം മഴക്കോളുണ്ട്, ഇരുണ്ട് മൂടി കിടക്കുന്നതുകൊണ്ടാണ് എത്രമാത്രം അത് ക്ലിയർ ആവും എന്നെനിക്കറിയില്ല. ഫോട്ടോയിൽ ആ കളർ കൃത്യം കിട്ടുന്നുണ്ടോയെന്നും അറിയില്ല. ഇങ്ങോട്ട് വന്നാൽ കുറച്ച് ഗ്രീൻ വെറൈറ്റീസ് കേട്ടോ. ഈ കാണിക്കുന്ന ചെടിയിൽ ഏതെങ്കിലും നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പിൽ എനിക്ക് മെസ്സേജ് ചെയ്യണേ. ഇനിയിപ്പോൾ ഈ വീഡിയോ ചെയ്യുമ്പോൾ തന്നെ ഇതിൻ്റെ റേറ്റ് പറയാത്ത എന്താണോ, ഞാൻ ആദ്യം ചെടി എടുക്കുന്ന സമയത്ത് ഞാനും ഇങ്ങനെ പലരുടെ നിന്ന് ചെടി വാങ്ങുമല്ലോ. നമ്മൾ വാങ്ങുമ്പോൾ ഞാനും ഓർത്തിട്ടുണ്ട്, ഇവർക്ക് എന്താ ഈ വീഡിയോയിൽ ഇതിൻ്റെ ചെടിയുടെ വിലയൊന്ന് പറഞ്ഞാൽ. ഞാനും ചിന്തിച്ചിട്ടുണ്ട് കേട്ടോ. പക്ഷേ അതിൻ്റെ ഒരു പ്രശ്നം എന്താണെന്നറിയാം, ഞാൻ ഈ ചെടി വിൽക്കാൻ തുടങ്ങിയപ്പോഴാണ് എനിക്കും അതിൻ്റെ ഒരു പ്രശ്നം മനസ്സിലായത്. ചിലപ്പോൾ നമ്മൾ മറ്റാൾ വിൽക്കുന്നതിലും ഒരു 10 രൂപ കൂടുതലായിരിക്കും നമ്മുടെ ചെടിക്ക്, അല്ലെങ്കിൽ 10 രൂപ കുറവായിരിക്കും. എന്തും ആയിക്കോട്ടെ, കൂടുതലോ കുറവോ എന്തായാലും നമ്മൾ ചീത്തവിളി കേൾക്കും. പബ്ലിക് പ്ലാറ്റ്ഫോമിൽ നമ്മൾ എന്തായാലും ഒരു ആരെങ്കിലും പറയപ്പോൾ അല്ലേ, ഞങ്ങൾ മറ്റൊരാളുടെ നിന്ന് വാങ്ങിച്ചു 10 രൂപ കൂടുതലായിരുന്നു, അത് കുറഞ്ഞാൽ ഇത് ഇതിനൊരു മിനിമം വിലയുണ്ടല്ലോ, ആ വിലയിൽ താത്ര 10 രൂപയാണ് നമ്മൾ കൊടുക്കുന്നെങ്കിൽ അപ്പോൾ പറയും
അത് മറ്റ് വിലയിൽ വിൽക്കുന്ന ആൾക്കാർ പറയും നിങ്ങൾ ഇങ്ങനെ കൊടുത്താൽ ഞങ്ങൾ ഏത് വിലയ്ക്ക് വിൽക്കും. അപ്പോഴും നമ്മൾ വഴക്ക് കേൾക്കും. അപ്പം അതുകൊണ്ട് ആ വഴക്ക് കേൾക്കാതിരിക്കാൻ ഏറ്റവും നല്ലത് നമ്മുടെ കോൺടാക്റ്റ് നമ്പർ തന്നിട്ടുണ്ട് 8848296441. അതിൽ മെസ്സേജ് ചെയ്യണം കേട്ടോ. ഇത് കുറച്ച് ഗ്രൗണ്ട് ഓർക്കിഡാണ്, കുറച്ചേറെ ഉണ്ടായിരുന്നു, അത് സെയിലായിപ്പോയി. ബാക്കി വന്നിരിക്കുന്നതാണ്. ഇതിപ്പോൾ ഒരാൾ അവരുടെ വീട്ടിലേക്ക് കൊണ്ടുപോകാനെല്ലാം ഓർഡർ ചെയ്ത് വെച്ചിരിക്കുന്ന അവർ വന്നില്ല. അപ്പോൾ ആ മറ്റൊരാളുടെ വീട്ടിലേക്ക് പോകാനായിട്ട് റെഡിയായി ഇങ്ങനെ നിൽക്കുക. ഇന്നലെ ഭയങ്കര മഴയാണെന്ന് ഞാൻ പറഞ്ഞില്ലായിരുന്നോ? അപ്പോൾ ഈ മഴയത്തിരിക്കുമായിരുന്നത് കൊണ്ട് തന്നെ കുറേയൊക്കെ പൂ നഷ്ടമായിട്ടോ. കണ്ടല്ലോ. ഇനി ഇങ്ങോട്ട് വന്നാൽ നല്ല ആഡിപ്പൻ കളറോട് കൂടി നിൽക്കുന്ന നമ്മുടെ ആന്തൂറിയം. കുറേ അധികം ആന്തൂറിയം ഉണ്ട് കേട്ടോ. ആന്തൂറിയം സ്പീഡിൽ ഇങ്ങനെ ഓടിച്ച് കാണിക്കുന്നതേ ഉള്ളൂ. ഏതെങ്കിലും പ്ലാന്റ്സ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ എന്നെ കോണ്ടാക്ട് ചെയ്യുക. ഇനി ഇങ്ങോട്ട് വന്നാൽ വണ്ടി പോണ ശബ്ദം കേട്ടോ. ഞാൻ ചെയ്ത ഒരു പരീക്ഷണത്തിൽ ഏറ്റവും സക്സസ് ആയൊരു സംഭവമാണിത് കേട്ടോ. ഇനി എൻ്റെ തൂണ് ഇവിടെ ഒരു നമ്മുടെ കാർ പോർച്ചാണ്. ഈ തൂണിൽ ഇങ്ങനെ വളയം അടിച്ചിട്ടേക്കുക 5 എണ്ണം ഉണ്ട് ഇത്. അപ്പം നമുക്ക് സ്ഥല പരിമിതികളൊക്കെ ഉള്ളവരാണെങ്കിൽ ഈസി ആയിട്ട് നമുക്ക് ചെടി ഇതിനകത്ത് വെക്കാം കേട്ടോ. എന്തുമാത്രം ചെടി കയറുമെന്നറിയാം. നിറച്ച് ഓർക്കിഡ് ഉണ്ടായിരുന്ന കുറച്ച് സെയിലായി പോയതാണ്. നിറച്ചും അടിക്കുന്ന പറയില്ലേ, അമ്മാതിരി ഓർക്കിഡ് ഉണ്ടായിരുന്നു. പക്ഷെ ഒന്നും ഡാമേജ് ആവുക ഒന്നും ചെയ്യുന്നില്ല. കാരണം അതിൻ്റെ ഫ്ലവർ ഇങ്ങനെ നമ്മൾ ചെയ്യുമ്പോൾ എന്താ ചെയ്യണമെന്നോ, ഇങ്ങനെ വന്നിട്ട് ചെറുതായിട്ടൊന്ന് ചരിച്ച് വെച്ചേക്കണം. ഇങ്ങനെ ഇതിപ്പം നേരെ ഞാൻ ഒരാളെ കാണിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ നേരെ വെച്ചാൽ ഇപ്പം എന്താ ഇത് കണ്ടോ ഇരിക്കുന്നത്, ഇത് കണ്ടോ ചരിച്ചിട്ടിരിക്കുക അല്ലേ, ചരിച്ച്. അപ്പോൾ നമ്മൾ വെള്ളം ഒഴിക്കുമ്പോൾ അത് പോരുകയും ചെയ്യും. പൂവിൽ വെള്ളം വീഴില്ല. പൂ ചരിഞ്ഞിങ്ങോട്ടല്ല നിൽക്കുന്നത്, ഇവിടെയല്ലേ നമ്മൾ വെള്ളം ഒഴിക്കുക. അപ്പോൾ ഇങ്ങോട്ട് വെള്ളം വീഴുകയും ചെയ്യും, പൂവിൽ ആ വെള്ളം വീഴാതെ ഇരിക്കും. മനസ്സിലായി? ഭയങ്കരമായിട്ട് നമുക്ക് ചെടികൾ സെറ്റ് ചെയ്ത് വെക്കാൻ പറ്റും. ഇപ്പോൾ ഞാനൊരു സെയിൽ ചെയ്യത്തക്ക രീതിയിലായതുകൊണ്ട് ഇത്രയും അടുപ്പിച്ചടുപ്പിച്ച് നമ്മുടെ വീട്ടിൽ വെക്കുകയാണെങ്കിൽ നമുക്ക് ഒന്നുകൂടെ ഒരു ഫാഷണബിളായിട്ട് ഇത് വെക്കാം കേട്ടോ. കണ്ടല്ലോ, ഇത് ഡെൻഡ്രൂബിയാണ് കേട്ടോ. നമ്മളൊരു ബിഗിനർ ഒരു ഓർക്കിഡ് പരീക്ഷണം നടത്തുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മളൊന്ന് ആദ്യം കൈവെക്കുന്ന ഇതിൽ ഓർക്കിഡിൽ ഈ ഡെൻഡ്രൂബി ആയിരിക്കുമല്ലോ. അപ്പം അതുകൊണ്ട് തന്നെ ഞാൻ ഇതെടുത്തിരിക്കുന്ന ഡെൻഡ്രൂബി കേട്ടോ. ഡെൻഡ്രൂബിയത്തിൽ കുറേ വെറൈറ്റികളുണ്ട് ഉണ്ടല്ലോ. ഈ ചെടികൾ ഇതിപ്പം നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന ചെടിയിൽ ഏതെങ്കിലും നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഉറപ്പായിട്ടും എൻ്റെ 8848296441 മെസ്സേജ് ചെയ്യണേ. ഓക്കെ, കണ്ടല്ലോ. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ വിളിക്കാം, മെസ്സേജ് ചെയ്യാം. അപ്പോൾ നമ്മൾ DTDC കൊറിയർ സർവീസാണ് നമുക്ക് ഉള്ളത്. പിന്നെ ചെടികൾ ഡയറക്റ്റ് നമ്മുടെ ഇവിടെ വന്ന് എടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ നമ്മുടെ സ്ഥലം മാവേലിക്കര കണ്ടിയൂർ മഹാദേവ ക്ഷേത്രത്തിനടുത്താണ് കേട്ടോ. അപ്പോൾ ശരി, എന്നാൽ എൻ്റെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ദയവായി എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ ശരി, ഓക്കെ, ബൈ.